കോൺഗ്രസ് ഭരിക്കുന്ന വയനാട് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ സമരവുമായി ആത്മഹത്യ ചെയ്ത കേളക്കവല രാജേന്ദ്രൻ നായരുടെ കുടുംബം പുരയിടത്തിന്റെ ആധാരം തിരികെ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഇന്നലെയാണ് പ്രതിഷേധം തുടങ്ങിയത്. ഇന്നത് രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. 95 വയസ്സുള്ള പിതാവിനെ എത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. എന്താണ് പുതിയ വിവരങ്ങൾ? എന്താണ് സുർജിത്ത് അയ്യപ്പത്ത്? 95 വയസ്സുള്ള രാജേന്ദ്രൻ നായരുടെ പിതാവ് ശ്രീധരൻ നായർ ഇന്നലെ തന്നെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇതിനുശേഷവും സമരം തുടരുകയാണ് ഈ ബന്ധുക്കളെല്ലാം തന്നെ ചെയ്യുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഈ ബാങ്കിന്റെ ക്രമക്കേടിന് ഇരകളായിട്ടുള്ള ആളുകളും ഈ സമര മുഖത്തേക്ക് എത്തുന്നുണ്ട്. നമുക്ക് നേരെ തന്നെ ഇവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങൾ സമരം തുടരാനുള്ള തീരുമാനമാണ്? തീർച്ചയായിട്ടും മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നീതി കിട്ടുന്നവരെ ഞങ്ങൾ സമരം തുടരും. തീർച്ചയായിട്ടും. ഇത് മകനാണ്, രാജേന്ദ്രൻ നായരുടെ മകനാണ് ഇദ്ദേഹം. എങ്ങനെയാണ് നിങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വിവിധ സംഘടനകളൊക്കെ? അതെ, വിവിധ സംഘടനകളെല്ലാം തന്നെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി ഈ സമരപ്പന്തലിൽ എത്തിച്ചേരുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ബഹുജനങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും ഇവിടെ എത്തിച്ചേരും. ഇന്നലെ രാത്രിയും ഞങ്ങൾ ഇവിടെ സമരം തുടരുകയാണ്. ഇവിടുന്ന് അറസ്റ്റ് ബലമായി കൊണ്ടുപോയ രാജേന്ദ്രൻ നായരുടെ അച്ഛനെ ഇവിടെ തിരികെ എത്തിക്കണം. ഈ സമരത്തിൽ നീതി ലഭിക്കണം. ഗവൺമെന്റ് കണ്ടു തുറക്കണം. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നാണ് നടപടി ഉണ്ടാകേണ്ടത്. കടക്കണിയിൽപ്പെട്ട കർഷകൻ മരിച്ചാൽ ഗവൺമെന്റിന് ഇടപെടാൻ കഴിയും. അടിയന്തരമായി ഗവൺമെന്റ് ഇടപെടണം. അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നാണ്. ഇതൊരു പൊതുസ്ഥാപനം കൂടിയാണ്. അതിന്റെ മുന്നിൽ ഞങ്ങൾ സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സമരം രണ്ടാം ദിവസത്തിലും തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.